ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ശ്രദ്ധാസ് മീഡിയ. അപ്പോൾ എറണാകുളത്ത് വന്നിട്ട് വെറൈറ്റി ഐസ്ക്രീംസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ മിലാനോ ഐസ്ക്രീം ഷോപ്പിൽ വന്നു. ഇവിടെ വെറൈറ്റീസ് ഓഫ് ഐസ്ക്രീംസ് ഉണ്ട്. കണ്ടപ്പോൾ തന്നെ എല്ലാം കൂടി കണ്ടപ്പോഴത്തേക്കും എന്താണ് വാങ്ങുന്നതെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. കുനാഫയുടെ ഐസ്ക്രീം ഒന്നും കണ്ടിട്ട് പോലുമില്ല. ഗൈസ്, എന്തൊക്കെയാണ് ഗൈസ് ഉള്ളത്? എന്തൊക്കെയോ ഉണ്ട് കേട്ടോ, വായിക്കാൻ പറ്റാത്ത പേരുകളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പുറത്തായിട്ട് ഡെസേർട്ട്സ് ഉണ്ട്, മീൻസ് സ്വീറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. സ്വീറ്റ്സ് ഉണ്ട്, അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ യെല്ലോ ന്യൂട്ടല കേക്ക് ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ വാങ്ങിക്കാൻ തോന്നും ഗൈസ്. പക്ഷേ ആ ഒരു സ്പഞ്ചിനകത്ത് അതിൻ്റെ അകത്ത് ന്യൂട്ടല മാത്രമുള്ളത് ഒരു കേക്കാണ്. പക്ഷേ അതിൻ്റെ ഒരു പീസിന് ഗൈസ് 250 രൂപയാണ്. 250 രൂപ താങ്ങൂല ഗൈസ്, താങ്ങൂല. അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ വില നോക്കി മാക്കറോൺ ഓർഡർ ചെയ്തു. മാക്കറോൺ ഓർഡർ ചെയ്ത് 60 രൂപയുള്ളൂ ഒരു പീസിന് കേട്ടോ. എന്നാലും റേറ്റ് കൂടുതലാണ്. ഒരു പീസിന് 60 രൂപയ്ക്കെന്ന് പറഞ്ഞാൽ താങ്ങൂല ഗൈസ്. എന്നാലും ഒരു പീസ് വാങ്ങി, 60 രൂപയ്ക്ക് ഒരു പീസ് വാങ്ങി. പിന്നെ വെറൈറ്റീസ് ഓഫ് കേക്ക്സ് ഉണ്ട്. എന്താണ്, നമ്മുടെ ഫെററോ റോഷനും ഡേറ്റ്സും വെച്ചിട്ടുള്ള കേക്കാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ന്യൂട്ടല്ല വെച്ചിട്ടുള്ള കേക്കും ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. എന്തൊക്കെ കേക്കാന്ന് നോക്കിയാൽ പീസ് ഇവിടെ കൊടുക്കും ഗൈസ്. പക്ഷേ റേറ്റ് കണ്ടാൽ നമുക്ക് വാങ്ങാൻ തോന്നില്ല, കാരണം അത്രയ്ക്ക് പ്രൈസാണ്. പിന്നെ ഇപ്പുറത്ത് തന്നെ നമ്മുടെ ഐസ്ക്രീംസ് വേറെ ഉണ്ട്, ഷേപ്പിലുള്ള ഐസ്ക്രീം, പിന്നെ ഡോണറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഐസ്ക്രീമിലോട്ട് കടന്നു. ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി തുടങ്ങി ഓരോരുത്തരായിട്ട്. ആദ്യം ഞാനാണ് ഗൈസ് വാങ്ങിയത്. ഒരു സ്ട്രോബെറി ഫ്ലേവറും ഒരു ഗ്രീൻ കളർ ഏതോ ഒരു ഫ്ലേവറും, പേരറിയാത്ത ഏതോ ഒരു ഫ്ലേവറും വാങ്ങിച്ചു. പിന്നെ അമ്മേൻ്റെ ഡാഡി ഇപ്പം കഴിച്ചത് കുനാഫയുടെ ഐസ്ക്രീമാണ്. സൂപ്പറായിരുന്നു. പിന്നെ എൻ്റെ സ്ട്രോബെറി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കാരണം ഭയങ്കര പുളിയായിരുന്നു. അവർ തരുമ്പരേ പറഞ്ഞായിരുന്നു പുളിയാണ് സ്ട്രോബെറിക്ക് എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ സ്ട്രോബെറി എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാൻ സ്ട്രോബെറി വാങ്ങിച്ചെന്നൊക്കെ കരുതി. പക്ഷേ വേസ് പുളിയായിട്ട് കഴിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഗ്രീൻ കളർ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ഐസ്ക്രീം കഴിഞ്ഞ വേസ് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ എൻ്റെ ആൻറ്റി അവക്കാഡോയുടെ ഐസ്ക്രീമും ഒരു കോഫിയുടെ ഒരു ഐസ്ക്രീമും വാങ്ങി. പിന്നെ ഇവിടെ കോണിലും ഐസ്ക്രീം കിട്ടും, കപ്പിലും ഐസ്ക്രീം കിട്ടും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.